ന്യായാധിപന്മാർ 1-ാം അധ്യായം. യോശുവയുടെ മരണശേഷം ഇസ്രായേൽ മക്കൾ, ഞങ്ങളിലാരാകുന്നു കനാന്യരോട് യുദ്ധം ചെയ്യുവാൻ ആദ്യം പുറപ്പെടേണ്ടത് എന്ന് യഹോവയോട് ചോദിച്ചു. യഹൂദ പുറപ്പെടട്ടെ, ഞാൻ ദേശം അവന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് യഹോവ കൽപ്പിച്ചു. യഹൂദ തന്റെ സഹോദരനായ ശിമെയോനോട്, എന്റെ അവകാശദേശത്ത് കനാന്യരോട് യുദ്ധം ചെയ്യുവാൻ നീ എന്നോടുകൂടെ പോരേണം. നിന്റെ അവകാശദേശത്ത് നിന്നോടുകൂടെ ഞാനും വരാം എന്നു പറഞ്ഞു. ശിമെയോൻ അവനോടുകൂടെ പോയി. അങ്ങനെ യഹൂദ പുറപ്പെട്ടു. യഹോവ കനാന്യരെയും പെരിസ്യരെയും അവരുടെ കൈയിലേൽപ്പിച്ചു. അവർ ബേസെക്കിൽ വെച്ച് അവരിൽ 10,000 പേരെ സംഹരിച്ചു. ബേസെക്കിൽ വെച്ച് അവർ അദോനി ബേസെക്കിനെ കണ്ടു. അവനോട് യുദ്ധം ചെയ്തു കനാന്യരെയും പെരിസ്യരെയും സംഹരിച്ചു. എന്നാൽ അദോനി ബേസെക്ക് ഓടിപ്പോയി. അവർ അവനെ പിന്തുടർന്നു പിടിച്ച് അവന്റെ കൈകാലുകളുടെ പെരുവിരൽ മുറിച്ചു കളഞ്ഞു. കൈകാലുകളുടെ പെരുവിരൽ മുറിച്ച 70 രാജാക്കന്മാർ എന്റെ മേശയിൻ കീഴിൽ നിന്ന് പെറുക്കി തിന്നിരുന്നു. ഞാൻ ചെയ്തതുപോലെ തന്നെ ദൈവം എനിക്ക് പകരം ചെയ്തിരിക്കുന്നു എന്ന് അദോനി ബേസെക്ക് പറഞ്ഞു. അവർ അവനെ യെരൂശലേമിലേക്ക് കൊണ്ടുപോയി അവിടെ വെച്ച് അവൻ മരിച്ചു. യഹൂദ മക്കൾ യെരൂശലേമിന്റെ നേരെ യുദ്ധം ചെയ്ത് അതിനെ പിടിച്ച് വാളിന്റെ വായ്ത്തലയാൽ വെട്ടി നഗരം തീയിട്ട് ചുട്ടുകളഞ്ഞു. അതിന്റെ ശേഷം യഹൂദ മക്കൾ മലനാട്ടിലും തെക്കേ ദേശത്തിലും താഴ്വീതിയിലും പാർത്തിരുന്ന കനാന്യരോട് യുദ്ധം ചെയ്യുവാൻ പോയി. യഹൂദ ഹെബ്രോനിൽ പാർത്തിരുന്ന കനാന്യരുടെ നേരെയും ചെന്നു. ഹെബ്രോന് പണ്ട് കിര്യത്ത് അർബ എന്നു പേർ. അവർ ശേഷായി, അഹീമാൻ, തൽമായി എന്നവരെ സംഹരിച്ചു. അവിടെ നിന്ന് അവർ ദബീർ നിവാസികളുടെ നേരെ ചെന്നു. ദബീരിന് പണ്ട് കിര്യത്ത് സേഫെർ എന്നു പേർ. അപ്പോൾ കാലേബ്, കിര്യത്ത് സേഫെർ ജയിച്ചടക്കുന്നവന് ഞാൻ എന്റെ മകൾ അക്സായെ ഭാര്യയായി കൊടുക്കും എന്നു പറഞ്ഞു. കാലേബിന്റെ അനുജനായ കെനസിന്റെ മകൻ ഒത്നീയേൽ അത് പിടിച്ചു. അവൻ തന്റെ മകൾ അക്സായെ അവന് ഭാര്യയായി കൊടുത്തു. അവൾ വന്നപ്പോൾ തന്റെ അപ്പനോട് ഒരു വയൽ ചോദിപ്പാൻ അവനെ ഉത്സാഹിപ്പിച്ചു. അവൾ കഴുതപ്പുറത്തുനിന്ന് ഇറങ്ങിയപ്പോൾ കാലേബ് അവളോട്, നിനക്ക് എന്തു വേണം എന്ന് ചോദിച്ചു. അവൾ അവനോട്, ഒരു അനുഗ്രഹം എനിക്ക് തരേണമേ. നീ എന്നെ തെക്കൻ നാട്ടിലേക്കല്ലോ കൊടുത്തത്. നീരുറവുകളും എനിക്ക് തരേണമേ എന്ന് പറഞ്ഞു. കാലേബ് അവൾക്ക് മലയിലും താഴ്വരയിലും നീരുറവുകൾ കൊടുത്തു. മോശയുടെ അളിയനായ കേന്യന്റെ മക്കൾ യഹൂദാ മക്കളോടുകൂടെ ഈന്തപ്പട്ടണത്തിൽ നിന്ന് അരാദിന് തെക്കുള്ള യഹൂദ മരുഭൂമിയിലേക്ക് പോയി. അവർ ചെന്ന് ജനത്തോടുകൂടെ പാർത്തു. പിന്നെ യഹൂദ തന്റെ സഹോദരനായ ശിമെയോനോടുകൂടെ പോയി. അവർ സഫാത്തിൽ പാർത്തിരുന്ന കനാന്യരെ വെട്ടി അതിനെ നിർമൂലമാക്കി. ആ പട്ടണത്തിന് ഹോർമ എന്ന് പേരിട്ടു. യഹൂദ ഗസ്സയും അതിന്റെ അതിർനാടും, അസ്കലോനും അതിന്റെ അതിർനാടും, എക്രോനും അതിന്റെ അതിർനാടും പിടിച്ചു. യഹോവ യഹൂദായോടുകൂടെയുണ്ടായിരുന്നു. അവൻ മലനാട് കൈവശമാക്കി. എന്നാൽ താഴ്വരയിലെ നിവാസികൾക്ക് ഇരുമ്പുരഥങ്ങൾ ഉണ്ടായിരുന്നതുകൊണ്ട് അവരെ നീക്കിക്കളവാൻ കഴിഞ്ഞില്ല. മോശയെ കൽപ്പിച്ചതുപോലെ അവർ കാലേബിന് ഹെബ്രോൻ കൊടുത്തു. അവൻ അവിടെ നിന്ന് അനാക്കിന്റെ 3 പുത്രന്മാരെയും നീക്കിക്കളഞ്ഞു. ബെന്യാമീൻ മക്കൾ യെരൂശലേമിൽ പാർത്തിരുന്ന യെബൂസ്യരെ നീക്കിക്കളഞ്ഞില്ല. യെബൂസ്യർ ഇന്നുവരെ ബെന്യാമീൻ മക്കളോടുകൂടെ യെരൂശലേമിൽ പാർത്തുവരുന്നു. യോസേഫിന്റെ ഗൃഹം ബേഥേലിലേക്ക് കയറിച്ചെന്നു. യഹോവ അവരോടുകൂടെ ഉണ്ടായിരുന്നു. യോസേഫിന്റെ ഗൃഹം ബേഥേൽ ഒറ്റുനോക്കുവാൻ ആളയച്ചു. ആ പട്ടണത്തിന് മുമ്പേ ലൂസ് എന്നു പേരായിരുന്നു. പട്ടണത്തിൽ നിന്ന് ഇറങ്ങിവരുന്ന ഒരുത്തനെ ഒറ്റുകാർ കണ്ട് അവനോട്, പട്ടണത്തിൽ കടപ്പാൻ ഒരു വഴി കാണിച്ചു തരേണം, എന്നാൽ ഞങ്ങൾ നിന്നോട് ദയ ചെയ്യും എന്ന് പറഞ്ഞു. അവൻ പട്ടണത്തിൽ കടപ്പാനുള്ള വഴി അവർക്ക് കാണിച്ചു കൊടുത്തു. അവർ പട്ടണത്തെ വാളിന്റെ വായ്ത്തലയാൽ വെട്ടിക്കളഞ്ഞു. ആ മനുഷ്യനെയും അവന്റെ സകല കുടുംബത്തെയും വിട്ടയച്ചു. അവൻ ഹിത്യരുടെ ദേശത്തു ചെന്ന് ഒരു പട്ടണം പണിത് അതിന് ലൂസ് എന്ന് പേരിട്ടു. അതിന് ഇന്നുവരെ അതുതന്നെ പേർ. മനശ്ശെ ബേത്ത് ഷെയാനിലും അതിന്റെ ഗ്രാമങ്ങളിലും, താനാക്കിലും അതിന്റെ ഗ്രാമങ്ങളിലും, ദോരിലും അതിന്റെ ഗ്രാമങ്ങളിലും, ഇബ്ലയാമിലും അതിന്റെ ഗ്രാമങ്ങളിലും, മെഗിദ്ദോവിലും അതിന്റെ ഗ്രാമങ്ങളിലും പാർത്തിരുന്നവരെ നീക്കിക്കളഞ്ഞില്ല. കനാന്യർക്ക് ആ ദേശത്തു തന്നെ പാർപ്പാനുള്ള താൽപര്യം സാധിച്ചു. എന്നാൽ ഇസ്രയേലിന് ബലം കൂടിയപ്പോൾ അവർ കനാന്യരെ മുഴുവനും നീക്കിക്കളയാതെ അവരെക്കൊണ്ട് ഊഴിയ വേല ചെയ്യിച്ചു. എഫ്രയീം ഗസേരിൽ പാർത്തിരുന്ന കനാന്യരെ നീക്കിക്കളഞ്ഞില്ല. കനാന്യർ ഗേസരിൽ അവരുടെ ഇടയിൽ പാർത്തു. സെബൂലൂൻ കിത്രോനിലും നഹലോലിലും പാർത്തിരുന്നവരെ നീക്കിക്കളഞ്ഞില്ല. കനാന്യർ ഊഴിയ വേലക്കാരായിത്തീർന്ന് അവരുടെ ഇടയിൽ പാർത്തു. ആശേർ അക്കോവിലും സീദോനിലും അഹ്ലാബിലും അക്സീബിലും ഹെൽബയിലും അഫീക്കിലും രഹോബിലും പാർത്തിരുന്നവരെ നീക്കിക്കളഞ്ഞില്ല. അവരെ നീക്കിക്കളയാതെ അശേര്യർ ദേശനിവാസികളായ കനാന്യരുടെ ഇടയിൽ പാർത്തു. നഫ്താലി
ബേത്ത് ശേമെശിലും ബേത്ത് അനാത്തിലും പാർത്തിരുന്നവരെ നീക്കിക്കളയാതെ ദേശനിവാസികളായ കനാന്യരുടെ ഇടയിൽ പാർത്തു. എന്നാൽ ബേത്ത് ശേമെശിലെയും ബേത്ത് അനാത്തിലെയും നിവാസികൾ അവർക്ക് ഊഴിയ വേലക്കാരായിത്തീർന്നു. അമോര്യർ ദാൻ മക്കളെ തിക്കിത്തള്ളി മലനാട്ടിൽ കയറ്റി. താഴ്വരയിലേക്ക് ഇറങ്ങുവാൻ അവരെ സമ്മതിച്ചതുമില്ല. അങ്ങനെ അമോര്യർക്ക് ഹർഹേരസിലും അയ്യാലോനിലും ഷാൽബീമിലും പാർപ്പാനുള്ള താൽപര്യം സാധിച്ചു. എന്നാൽ യോസേഫിന്റെ ഗൃഹത്തിന് ബലം കൂടിയപ്പോൾ അവരെ ഊഴിയ വേലക്കാരാക്കി തീർത്തു. അമോര്യരുടെ അതിർ അക്രബീം കയറ്റവും സേലയും മുതൽ പിന്നെയും മേലോട്ടുണ്ടായിരുന്നു.